യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ദൈവനാമത്തിൽ എല്ലാ മക്കളും സുഖമായിരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇന്നത്തെ നിങ്ങളുടെ ഏത് നിയോഗമാണെങ്കിലും സർവശക്തനായ തമ്പുരാൻ അതെല്ലാം സാധിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവാനുഗ്രഹത്താൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നലെ 18 വർഷം തികയായിരുന്നു. അപ്പോൾ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. കാരണം ഇത്രയും കാലം ഞങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ച ദൈവത്തിന് 1000 നന്ദി. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ ആനന്ദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. എന്തൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാലും അവിടുത്തെ കരം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ടില്ല. അപ്പം നമുക്ക് വചനം എന്താണ് പറയുന്നത് നോക്കാം. സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. കർത്താവിനെ അന്വേഷിച്ച് നമ്മൾ അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്കെന്നും സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എത്ര പ്രതിസന്ധി വന്നാലും അതിനെല്ലാം തരണം ചെയ്യാനായിട്ട് തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവം എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.